ആരാണ് വളവിലെ സ്മൂതി? ഞാൻ ഇതല്ല, അല്ല. 3 പേരുള്ളൂ അല്ലേ? ഞാനാണ്. ഉറപ്പിച്ചോ? ഇവിടെ പറഞ്ഞു ഇവിടെയാണ്. ഡ്രസ് ഉണ്ടല്ലോ വൈറ്റ് ഡ്രസ്സിൽ ഇപ്പൊ ഇതാണ് തോന്നുന്നത്, എനിക്ക് തോന്നുന്നു. സിനിമയിൽ വരുമ്പോൾ ആരാന്നുണ്ടെങ്കിൽ സിനിമ കണ്ട് തീരുമാനിക്കും അല്ലേ? എന്തായാലും നല്ലൊരു സിനിമ, നല്ലൊരു ഡയറക്ടർ, നല്ലൊരു പ്രൊഡ്യൂസർമാർ, നല്ലൊരു സ്ക്രിപ്റ്റ്. ഇതിൽ മൊത്തം എത്ര ആക്ടേഴ്സ് ഉണ്ടെന്ന് നിനക്കൊന്ന് പറയാൻ പറ്റുമോ? പേര് പറയൂ. ഒരു 5 പേരുടെ പേര് പറയാമോ? അത് വിട്ടിട്ട് ഗോകുൽ ചേട്ടൻ, എനിക്ക് ഒരാൾ പറഞ്ഞിട്ട് ബാക്കി എല്ലാവരും എത്തുന്നു. അർജുൻ ചേട്ടൻ, ബാലചേട്ടൻ, ഗോകുൽ ചേട്ടൻ, സൈജു ചേട്ടൻ, മനോജ് ചേട്ടൻ, അവിടെ ഫോട്ടോ നോക്കി, സിദ്ധാർത്ഥ ചേട്ടൻ, ബാക്കി ഒന്ന് പറയാം. ശ്രീപത്ത്, ദേവനന്ദ, സ്മിനു ചേച്ചി, അശ്വതി ചേച്ചി, ശിവത ചേച്ചി, ശ്രീജിത്ത് രവി ചേട്ടൻ, വൈഫ് അതെയോ? ബാക്കി പറയൂ. രവി ചേട്ടനും വൈഫും ഉണ്ട്, ആളുടെ വൈഫും ഉണ്ട്. വൈഫിന്റെ പേര് പറ. സജിത ചേച്ചി ഉണ്ട്. അച്ചു ചേച്ചിന്റെ പേര് പറഞ്ഞോ? ബോബി ചേട്ടന്റെ പറഞ്ഞില്ല നിങ്ങള്? ബോബി ചേട്ടൻ ഉണ്ട്, ശിവ ഉണ്ട്, റാഫി, ശ്രാവൺ ചേട്ടൻ, അയ്യോ തീർന്ന്, അഭിലാഷ് ചേട്ടൻ, മനോജ് ചേട്ടൻ പറഞ്ഞു, അഭിലാഷ് ചേട്ടൻ, ശ്രീകാന്ത് വ്യക്തി, ശ്രീകാന്ത് ചേട്ടൻ, അമ്മ, ശ്രീകാന്ത് ചേട്ടനും അമ്മയുണ്ട്. ശ്രീകാന്ത് ചേട്ടനും അവരുടെ അമ്മയും. നന്ദു ചേട്ടൻ പറഞ്ഞില്ലല്ലോ, സിദ്ധാർത്ഥൻ കഴിഞ്ഞു. എന്തായിരുന്നു ഇവര് പറഞ്ഞു? അല്ല, ഇനിയുണ്ടല്ലോ 34 പേരുണ്ട്. നമുക്ക് കോമ്പിനേഷൻ ഉണ്ടാവണം. സിനിമയെ കുറിച്ച് പഠിക്കണ്ടേ? കോമ്പിനേഷൻ ഇല്ലാന്ന് പറഞ്ഞത് ശരിയല്ല. സന്ദീപ്, ഇത്രയും വലിയൊരു സിനിമയല്ലേ? സിനിമയുടെ കഥ തന്നെ ഫുൾ അറിയില്ല. ഏറ്റവും വലിയ സിനിമ ഈയിടയ്ക്ക് മലയാള സിനിമയിൽ 2020 കഴിഞ്ഞ ശേഷം ഇത്രയും ആർട്ടിസ്റ്റുകൾ വന്നിരിക്കുന്ന ഒരു സിനിമയായിട്ട് ഞാൻ ഈ സിനിമയുടെ വലിപ്പം കാണും. അപ്പോൾ നമ്മൾ ആ സിനിമയുടെ ആർട്ടിസ്റ്റുകൾ പഠിക്കണം. എവിടെ പോയാലും ചോദിക്കാൻ പറയാനുള്ള തയ്യാറെടുപ്പാണ്. ഈ സുമതികള് സബ്ജക്റ്റ് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ സബ്ജക്റ്റ് നമുക്ക് ഈ സിനിമ ചെയ്യാമെന്ന് തോന്നുന്നൊരു കാരണങ്ങളുണ്ടാകും. ഓരോ ആളുകൾക്കും ഓരോ കാരണങ്ങളായിരിക്കും, വ്യത്യസ്തമായ കാരണങ്ങളായിരിക്കും. എനിക്ക് തോന്നുന്നു ഈ സുമതി വളവ് ട്രിവാൻഡ്രത്തെ ഏറ്റവും വലിയൊരു സ്ഥലമാണ്. ഞാൻ അതിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ഞാൻ സ്വയം പേടിച്ചിട്ടുണ്ട് യാത്രയിൽ. ഞാൻ 5 വർഷത്തോടെ റിപ്പോർട്ടറായിട്ടിരിക്കുമ്പോൾ ഞാൻ ആ റൂട്ടിപ്പോൾ ഞാൻ സ്വയം ഭയപ്പെട്ടിട്ടുള്ളൊരു റോഡാണ്. ഒരു കാരണം ഈ സുമതി വളവ് സബ്ജക്റ്റ് ഇത് ചെയ്യാമെന്ന്, ഈ ക്യാരക്ടർ ചെയ്യാമെന്ന് തോന്നുന്ന ഒരു കാരണം പറയാം. ഈ സിനിമ എനിക്ക് വന്നത് തന്നെ വലിയൊരു കാരണമാണ്. കാരണം ഞാൻ സിനിമയിലെ എൻ്റെ ഒരു ഓപ്പണിംഗ് ആണ്. പിന്നെ എനിക്ക് ഇതിൽ പറഞ്ഞ ക്യാരക്ടർ ആണെങ്കിലും ഒരു തുടക്കം എന്നുള്ള നിലയ്ക്ക് ഒരു ഡിഫറെൻറ്റ് ഷെയ്ഡുള്ള ക്യാരക്ടർ നമ്മുടെ കയ്യിലേക്ക് വരുന്നത് തന്നെ ഭയങ്കര ഭാഗ്യമാണ്. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചിന്തിക്കേണ്ടി വന്നില്ല. വലിയൊരു ബ്ലെസ്സിങ് ആയിരുന്നു. അങ്ങനെ എടുത്തു. മാളികപ്പുറം എന്നുള്ള ടീമിൻ്റെ നെക്സ്റ്റ് മൂവി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അട്രാക്ഷൻ ഉണ്ടായിരുന്നത്. പിന്നെ ഇതുപോലെ അഭിലാഷ് ചേട്ടൻ, വിഷ്ണു ചേട്ടൻ. പിന്നെ എൻ്റെ ക്യാരക്ടർ എന്ന് പറയുമ്പം ആ ഒരു ഗ്രാമത്തിൽ ഒരു ഗ്യാങ് ഉണ്ട്, ഫ്രണ്ട്സിൻ്റെ ഗ്യാങ് ഉണ്ട്. അർജുൻ ചേട്ടൻ, ബാലുചേട്ടൻ, അഭിലാഷ് ചേട്ടൻ, ശിവ, റാഫി. പിന്നെ ആ ഒരു കൂട്ടത്തിൽ ഏക ഒരു പെൺതരി ഞാനാണ്. അത് പിന്നെ ബാലുചേട്ടൻ്റെ പെയറാണ്. ഇതെല്ലാം കൂടെ കൊണ്ട് അത്രയും ആളുകളുടെ കൂടെ ഒരു പെൺതരി. അതാണ് ആദ്യം തന്നെ ഈ സിനിമയിലേക്ക് വന്നത്. അല്ല, മീൻസ് എന്റെ ക്യാരക്ടർ എനിക്ക് ഇഷ്ടപ്പെടാനുള്ള ഒരു ഏറ്റവും വലിയ കാരണം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പറഞ്ഞത് മാളികപ്പുറം ടീം അതാണ് ഏറ്റവും വലിയ പോയിന്റ്. പിന്നെ എന്റെ ക്യാരക്ടർ കുറച്ചൊരു ലവബിൾ, ഇതുപോലെ ആൺകുട്ടികളുടെ കൂടെ ഒരു പെൺകുട്ടി. പിന്നെ ബാലുചേട്ടന്റെ പെയറാണ്, ഒരു ലവബിൾ ക്യാരക്ടറാണ്. ഞാൻ അഭിയേട്ടനും അർജുൻ ചേട്ടനായിട്ട് മുന്നേ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ കഥയൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പ്രേതം ഒക്കെ ഇഷ്ടമാണ്, അങ്ങനത്തെ പടങ്ങൾ. അപ്പോൾ അങ്ങനെ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല അങ്ങനത്തെ. അപ്പോൾ അങ്ങനെ ഒരു പടത്തിൻ്റെ ഒരു ഭാഗമാവുക എന്ന് പറയുന്നത് ഐ ഫെൽറ്റ് ഹാപ്പി. പിന്നെ അറിയുന്ന ടീം, അപ്പോൾ വർക്ക് ചെയ്യാനും കംഫർട്ടബിൾ ആവും. ആൻഡ് മെയിൻലി ഞാൻ ഇങ്ങനത്തെ ഇപ്പോൾ എനിക്ക് കുറച്ച് പീരിയോഡിക് എന്നല്ല, കുറച്ച് 90s, ഞാനൊരു ജെൻസിയാണ്, ലൈക്ക് ഈ ഇതാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ലൈക്ക് കോസ്റ്റ്യൂംസ് ആയാലും കാണാൻ എനിക്കിഷ്ടമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ റെയർ ആയിട്ട് അങ്ങനത്തെ വരുന്നുള്ളൂ. സോ വൈ നോട്ട്. സെയിം മാളികപ്പുറം ടീമാണ്. പിന്നെ സെക്കൻഡ് മൂവിയാണ്. അപ്പോൾ അഭിലാഷ് ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. മാളികപ്പുറം കണ്ടപ്പോൾ തന്നെ എനിക്കത് പേഴ്സണലി ഭയങ്കര ഫേവറേറ്റാണ്. സോ അതുകൊണ്ട് മാളികപ്പുറവും ഇതും രണ്ടും 2 യാത്രയാണ് അല്ലേ? രണ്ടും 2 യാത്രയാണ്. മാളികപ്പുറം കണ്ട് ഇഷ്ടപ്പെടാത്ത മലയാളികൾ ലോകത്തില്ല. അത് നമ്മൾ സമ്മതിക്കേണ്ട ഒരു സിനിമ. ഈ സുമതി വളവിലേക്ക് എത്തുമ്പോൾ ഈ സുമതി വളവ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഫാമിലി ഹൊററാണ്. അങ്ങനെയാണ് ഈ സിനിമയുടെ ടാഗ് തന്നെ വരുന്നത്. നമ്മൾ ആരും ഭയമില്ലാത്തവരാരും ഉണ്ടാവില്ല. ലോകത്ത് ആരും ഭയമില്ലാത്ത
ജീവിതത്തിൽ ഏറ്റവും ഭയപ്പെട്ടിരിക്കുന്നത്, ദുസ്വപ്നം കണ്ട് ഭയപ്പെട്ടിരിക്കുന്നത് എന്തായിരിക്കും? സ്വപ്നങ്ങൾ. ഞാൻ പാമ്പിന് പാമ്പ്. ഞാൻ കരഞ്ഞ് എണീറ്റിട്ടുണ്ട് ആ, ഉറക്കത്തില്. പാമ്പിനെ കണ്ട് കരഞ്ഞെണീറ്റു. അച്ഛൻ എൻ്റെ റൂമിലേക്ക് ഓടി വന്നു, എന്താ മോളെ എന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ കരഞ്ഞു. പാമ്പ് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ വരുന്ന ഒരു സ്വപ്നം ഞാൻ കണ്ടു. സ്വപ്നം കണ്ടാണ് കരുതുന്നത്. എന്തായിരിക്കും? എനിക്ക് പ്രേതത്തിന് പേടിയുണ്ട്. അപ്പൊ സ്വപ്നം കണ്ടിട്ടുണ്ടോ? ആ സ്വപ്നം കാണാറുണ്ട്. അപ്പൊ അത് കാണാറുണ്ട്. എപ്പോഴും കാണാറുണ്ടോ? എപ്പോഴും അല്ല, ഇപ്പൊ ഇല്ല, കുറച്ച് മുന്നേ വരെ. സിനിമ പിന്നെ കാണാറില്ല. ആക്ച്വലി പ്രേതത്തിന് പേടിയാ. അപ്പൊ അങ്ങനത്തെ സ്വപ്നങ്ങൾ കാണാറുണ്ട്. അങ്ങനത്തെ സ്വപ്നം കാണാൻ. ഇവിടെ എനിക്ക് ഏറ്റവും വലിയ പേടി എന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് വലിയ സർക്കിളുള്ള ആളൊന്നുമല്ല. അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാർ എന്നെ ലൂസ് ചെയ്ത് പോകുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ പേടി. അപ്പം അങ്ങനത്തെ വല്ല സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ പാനിക് ആയിട്ടുണ്ട്. ഇവിടെയോ? എനിക്ക് ഞാൻ ഒരു സ്വപ്നം മാത്രം റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട്. ചെറുതാവും, ഇപ്പോഴല്ല. ഞാനിങ്ങനെ സ്റ്റേജിൽ നിൽക്കുമ്പം ഡാൻസ് ഒക്കെ കളിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് വീഴും സ്റ്റേജിന്റെ പുറത്തേക്ക്. അപ്പൊ എനിക്ക് ഞാൻ 8 ഉണരുന്നതന്നെ അങ്ങനെ നമ്മളിപ്പോ റൈഡിലൊക്കെ കയറുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒരു സാധനം വരില്ലേ, അങ്ങനെ എനിക്ക് ഉറക്കത്തിൽ ഫീൽ ചെയ്തിട്ട് ഞാൻ ഉണരാറുണ്ട് പണ്ട്. ഇപ്പൊ ഇല്ല, കുറെ വർഷം മുന്നേ. ആ സ്വപ്നം തന്നെ റിപ്പീറ്റ് ചെയ്ത് കാണും. ഞാൻ 2-3 പ്രാവശ്യം അങ്ങനെ കണ്ടിട്ടുണ്ട് ചെറുതാവുമ്പോൾ. ആ റിപ്പീറ്റ് ചെയ്ത് കാണുമ്പോൾ വീട്ടിൽ പറയുമല്ലോ, അമ്മ ഞാൻ ഈ സ്വപ്നമാണ് കാണുന്നത് എപ്പോഴും. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അത് റിപ്പീറ്റ് ചെയ്ത് കാണുന്ന ഡാൻസർ ആയതുകൊണ്ടാണ്. മേ ബി ആവാം അല്ലേ? നമ്മുടെ സ്റ്റേജിൽ നമ്മളിങ്ങനെ വീഴുന്നതായിട്ടല്ല കാണുന്നത്. സ്റ്റേജ് ഞാൻ കളിച്ച അങ്ങനത്തെ സ്റ്റേജ് ഒന്നും അല്ല, വേറെ ഒരു അവാർഡ് നൈറ്റ് ഒക്കെ പോലത്തെ നൈസ് സ്റ്റേജ്, ഭയങ്കര ഹൈറ്റ് ഒക്കെ ആയിട്ട് അങ്ങനെ കളിച്ച് പുറത്തിട്ട് അങ്ങ് വീഴും. പിന്നെ ഒന്നും ഓർമ്മയില്ല, ഉണരും അല്ലേ? ഇതാണ് നമ്മൾ കണ്ട രസം. ഇരുട്ടിനെ ഭയമുള്ളവരാരൊക്കെയാണ്? കുഴപ്പമില്ല, എനിക്കുണ്ട്. പേടിയുണ്ടെന്ന്. ഇരുട്ടിന് ഭയമുണ്ടല്ലേ? ഇരുട്ടിന് ഭയമാണ്. ഇത് ഇരുട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സിനിമ കൂടുതലും രാത്രിയാണ് ഷൂട്ട് ചെയ്തത്. എനിക്ക് ഇല്ല, രാത്രി ഷൂട്ട് ഉണ്ടായിരുന്നു, പക്ഷെ വളവിലേക്കൊന്നും പോകേണ്ട ആവശ്യം വന്നില്ല. നമുക്ക് അങ്ങനെ ഇല്ല, അതുകൊണ്ട് ഞാൻ സേഫാ. വളവിൽ ഷൂട്ട് ഉണ്ടായിരുന്നു. ആ വളവിൽ നിൽക്കുമ്പോൾ ഫീൽ ചെയ്തോ? ഇല്ല. ആരെങ്കിലും പേടിപ്പിച്ചോ? ഇല്ല. ഇങ്ങനെ ചില സീക്വൻസസ് ഇങ്ങനെ വരുന്ന സമയത്ത് അത് തോന്നില്ല, മനസ്സിൽ ഓൾറെഡി ഉള്ളതുകൊണ്ട്. ഇങ്ങനെ ഒരു വിളക്കൊക്കെ കത്തിച്ചിട്ടുള്ള ഒരു സീക്വൻസിന് കറക്റ്റ് ആക്ഷൻ പറഞ്ഞ സമയത്ത് ആ വിളക്ക് കെട്ടു. അപ്പൊ പെട്ടെന്ന് ആ സെറ്റിലുള്ള എല്ലാവരും എന്താ ഇങ്ങനെ ഒരു അങ്ങനെ എല്ലാവർക്കും മനസ്സിലുള്ളത് കൊണ്ട് തോന്നിയിരുന്നു, അല്ലാതെ നെഗറ്റീവ് എനർജി ഒന്നും. നിങ്ങൾ ആരും വളവില്ലേ? ഇല്ല. എനിക്ക് ഫോറസ്റ്റ് ഏരിയ കുറച്ച് ഉണ്ട്, നൈറ്റ് ഉണ്ട്. അതും കൂടുതലൊരു ഇമോഷണൽ സീനാണ്, അപ്പൊ പേടിക്കേണ്ട ഒരു ഇത് വന്നിട്ടില്ല. നിങ്ങൾ നെറ്റ് വെറുതെ ഇരിക്കുമ്പോൾ ഈ ഷൂട്ട് കാണാൻ പോകാറുണ്ടായിരുന്നു? ഇല്ല, ഞങ്ങൾ ആരും കൊണ്ടുപോയില്ല. നിങ്ങൾ പേടിക്കണ്ടെന്ന് ഓർത്തിട്ടാണോ? അല്ല, മോസ്റ്റ്ലി അത് നൈറ്റ് നമുക്ക് ഉണ്ടെങ്കിലും. നമ്മുടെ ഷൂട്ട് കഴിഞ്ഞിട്ട് കുറച്ച് ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് ആ വളവിലെ ഷെഡ്യൂൾ തുടങ്ങിയത്. അപ്പൊ നമ്മളൊക്കെ പിന്നെ വീട്ടിലേക്ക് പോയി, നമ്മൾ പിന്നെ പോയില്ല അങ്ങോട്ട്. നിങ്ങൾ വീട്ടിലേക്ക് അതുകൊണ്ട് പോകേണ്ട വന്നില്ല. അതാണല്ലോ അതിൻ്റെ ഒരു വാസ്തവം. ഒരു സിനിമയ്ക്ക് വേണ്ടത്, നമുക്ക് ഈ സിനിമ എന്ന് പറയുമ്പോൾ മലയാളി പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന ഒന്ന്, നമുക്ക് ചിരിക്കാൻ കുറേ വേണം അല്ലേ? നമുക്ക് കുറച്ച് കരയുന്ന കുറച്ച് സീനുകൾ ഇങ്ങനെയൊക്കെ ഉണ്ട്. സെന്റിമെന്റൽ എന്തായാലും വേണം, ഒന്ന് ചിരിക്കാൻ, മനസ്സ് കയറി ചിരിക്കാനുള്ള വേണം. ഈ പറഞ്ഞ പോലെ സുമതികൾ അതെല്ലാം കൂടെ നമുക്ക് തരുന്നുണ്ട്. ഉറപ്പായിട്ടും ചിരിക്കാനുള്ളതുണ്ട്, ഹൊറർ ഉണ്ട്, റൊമാൻസ് ഉണ്ട്, ഇവരുടെ അർജുൻ ചേട്ടന്റെയും മാളുവിന്റെ നല്ലൊരു പ്രേമൊക്കെ ഉണ്ട്. ഒരു നല്ല സോങ് വരാനിരിക്കുന്നു. ഓൾഡ് ഇറങ്ങിയ സോങ്ങൊക്കെ ഹിറ്റാണ്. 5 സോങ് ഇനി ഒരു സോങ് കൂടെ ഉണ്ട് വരാൻ. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.